യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ ഈ ലോക് ഭവനും സർക്കാരും തമ്മിൽ ഒരു കല്ലുകടി ഉണ്ടാവുകയാണ്. കാരണം വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കണമെന്ന ലോക് ഭവന്റെ നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇടപെട്ട് അത് തടഞ്ഞിരിക്കുന്നത്. അതായത് ഈ ലോക് ഭവനും സർക്കാരും തമ്മിൽ ഒരു ഉരസലിനൊരു സാധ്യത ഒരുങ്ങുമല്ലേ? ഇനി പ്രതികരണം വരണ്ടേ ലോക് ഭവനിൽ നിന്ന്? തീർച്ചയായും. അതായത് സത്യപ്രതിജ്ഞാ സമയത്ത് തന്നെയും വി.ഡി. സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെടുക്കുന്ന ആ സമയത്ത് ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരം വന്ദേ മാതരം ആലപിച്ചിരുന്നു. അപ്പോൾ അത് പിന്നീട് അത് വിവാദമായപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ തന്നെ ഇതിൽ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ തന്റെ അറിവോടുകൂടി അല്ല അവിടെ ഈ സത്യപ്രതിജ്ഞാ വേളയില് വന്ദേ മാതരം ആലപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുൻകൂട്ടി അറിയില്ലായിരുന്നു. അത് മാത്രവുമല്ല, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലോക് ഭവനാണ് ഇതിന്റെ മുഴുവൻ നിയന്ത്രണം. അതായത് ഇതിന്റെ നടപടിക്രമങ്ങൾ മുഴുവനും ലോക് ഭവന്റേതായിരുന്നു. നടപടിക്രമങ്ങൾ പൂർണ്ണമായും ലോക് ഭവന്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക് ഭവനാണ് അതിന്റെ ക്രമീകരണങ്ങൾ മുഴുവനും നടത്തിയത്. അതുകൊണ്ട് ഏത് രീതിയിൽ എവിടെ ആലപിക്കുന്നു, അതായത് ദേശീയഗാനം ആലപിക്കുന്നതും വന്ദേ മാതരം ആലപിക്കുന്നതും അടക്കമുള്ള നടപടിക്രമങ്ങൾ ലോക് ഭവന്റേതായിരുന്നുവെന്നും അത് പിന്നീടാണ്, അതൊക്കെ ആലപിച്ചതിന് ശേഷമാണ് താൻ ഇത് അറിഞ്ഞതുമെന്നുമാണ് അന്ന് ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം. അതിനുശേഷം നടക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, ഔദ്യോഗിക ചടങ്ങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔദ്യോഗിക പരിപാടി എന്ന് പറയുന്നത് നയപ്രഖ്യാപനമാണ്. അപ്പോൾ സ്വാഭാവികമായും നയപ്രഖ്യാപന സമയത്ത് എല്ലാ തവണയും നയപ്രഖ്യാപനം നടത്തുമ്പോൾ ദേശീയഗാനം ആലപിക്കുന്നു, നയപ്രഖ്യാപനം അതിനുശേഷം അവസാനിക്കുമ്പോഴും ദേശീയഗാനം ആലപിച്ചത് അവസാനിപ്പിക്കുന്നു. അങ്ങനെയാണ് സാധാരണഗതിയിൽ കേരള നിയമസഭയില് എല്ലാ തവണയും നയപ്രഖ്യാപനം രീതിയും അല്ലെങ്കിൽ ആ നയപ്രഖ്യാപനം നടത്തുന്നതും അതേ രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു വിജ്ഞാപനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തതോടുകൂടിയാണ് പിന്നീട് ഇവിടെ ഗവർണർ ഇതേ രീതിയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കത്തിൽ ദേശീയഗാനത്തിന് മുമ്പ് തന്നെ വന്ദേ മാതരം ആലപിക്കണമെന്ന് നിയമം കൊണ്ടുവരികയും ചെയ്തത്. എന്നാൽ ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങളൊക്കെ തന്നെ, ബി.ജെ.പി. ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ നമുക്കറിയാം അതിനോട് വിമുഖത കാട്ടുകയും വിയോജിപ്പും അഭിപ്രായ വ്യത്യാസമൊക്കെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇതിപ്പോൾ ലോക് ഭവൻ ഈ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഉറപ്പായും ആദ്യം വന്ദേ മാതരം ആലപിക്കണമെന്ന നിർദ്ദേശം ലോക് ഭവൻ മുഖ്യമന്ത്രി ഓഫീസിന് നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിൽ പറയുന്നത് പൂർണ്ണമായും വന്ദേ മാതരം ആലപിക്കണമെന്നാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത് പൂർണ്ണമായി വായിക്കാൻ കഴിയുകയില്ല, പൂർണ്ണമായി ആലപിക്കാൻ കഴിയുകയില്ല എന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രി ലോക് ഭവൻ ഇക്കാര്യം അറിയിക്കുകയും, അതായത് പൂർണ്ണമായും ആലപിക്കണമെന്ന ലോക് ഭവന്റെ അല്ലെങ്കിൽ ഗവർണറുടെ നിർദ്ദേശത്തെ മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു. പൂർണ്ണമായും ആലപിക്കാൻ കഴിയുകയില്ല എന്ന് അറിയിക്കുകയും അങ്ങനെയാണ് ഭാഗികമായി മാത്രം വന്ദേ മാതരം ആലപിക്കുകയും ചെയ്തത്. ഭാഗികമായി ആലപിച്ചപ്പോൾ നമുക്കറിയാം അത് ബാൻഡിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു അത് ആലപിച്ചത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ്, അതായത് പ്രസക്തമായ ഭാഗങ്ങൾ, സാധാരണഗതിയിൽ നമ്മൾ ആലപിക്കാറുള്ള ആ പ്രസക്തമായ വരികൾ മാത്രമാണ് ആലപിച്ചത്. പൂർണ്ണമായും വന്ദേ മാതരം ആലപിച്ചിരുന്നില്ല. അത് തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്, പ്രഖ്യാപനം അവസാനിപ്പിച്ചപ്പോഴും അതേ രീതിയിൽ തന്നെയായിരുന്നു അവലംബിച്ചിരുന്നത്. പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമാണ് ആലപിച്ചത്. അപ്പോൾ ഇത് സ്വാഭാവികമായും നമുക്കറിയാം ലോക് ഭവൻ അത് പൂർണ്ണമായും ആലപിക്കണം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എന്ന് നിർദ്ദേശിക്കുമ്പോൾ മുഖ്യമന്ത്രി ആ നിർദ്ദേശം അവഗണിച്ചു, അല്ലെങ്കിൽ ആ നിർദ്ദേശത്തെ തള്ളി അത് ഭാഗികമായി മാത്രം, അതായത് പൂർണ്ണമായി അത് ആലപിക്കാതിരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത് മുഖ്യമന്ത്രിക്ക് അറിയാം. അത് സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായും ലോക് ഭവന്റെ നിർദ്ദേശം തള്ളുകയാണെങ്കിൽ അത് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു. അതുകൊണ്ടാണ് ഈ നയപ്രഖ്യാപനം തുടങ്ങുന്നതിന് മുമ്പ് ഭാഗികമായി മാത്രം ആലപിക്കാം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്നാൽ പൂർണ്ണമായും അത് ആലപിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കുകയാണെങ്കിൽ അത് പിന്നീടുണ്ടാകുന്ന വിവാദങ്ങൾ മുഖ്യമന്ത്രി ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ അത് പിന്നീടുണ്ടാകുന്ന വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും ഒക്കെ മറുപടി നൽകേണ്ടി വരും. അത് പിന്നീട് ഇടതുപക്ഷം ആയുധമാക്കുകയും ചെയ്യും. കാരണം സംഘപരിവാറിന്റെ അജണ്ടകൾ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അതേ നയങ്ങൾ ഈ ബി.ജെ.പി. ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതിനെ ഒറ്റക്കെട്ടായി അത്തരം നയങ്ങളെ എതിർക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ വി.ഡി. സതീശൻ സർക്കാർ അതിന് കുടപിടിക്കുന്നു, അതിന് പച്ചക്കൊടി വീശുന്നു എന്ന രീതിയിൽ പ്രതിപക്ഷം ഇവിടെ ആയുധമാക്കും. അത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ആ നയങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആ നയങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് പൂർണ്ണമായും വായിക്കാനുള്ള ലോക് ഭവന്റെ നിർദ്ദേശത്തെ തള്ളുന്നത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്നാൽ പൂർണ്ണമായും അത് തള്ളാൻ മുഖ്യമന്ത്രിക്ക് കഴിയുകയില്ല, അല്ലെങ്കിൽ സർക്കാരിന് കഴിയുകയില്ല. കാരണം സർക്കാർ തുടക്കമാണ്,
തുടങ്ങുമ്പോൾ തന്നെയും ലോക് ഭവനുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ആഗ്രഹിക്കുന്നില്ല ഗവർണറുമായി പ്രത്യേകിച്ച്. കാരണം കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 2 ഗവർണർമാരുമായി ഉണ്ടായിരുന്ന ഏറ്റുമുട്ടൽ അതൊക്കെ ഒരിക്കൽ പോലും സമാനതകളില്ലാത്ത രീതിയിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യമൊക്കെ ആയിരുന്നു നമ്മൾ ഈ 10 വർഷമൊക്കെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയും അന്ന് പ്രതിപക്ഷത്തായിരുന്നവർ ഇതിനെ വിമർശിക്കുകയും അനുകൂലിക്കുകയും പല ഘട്ടങ്ങളിൽ എതിർത്തും തള്ളിയും ഒക്കെ തന്നെയായിരുന്നു നിലപാട് സ്വീകരിച്ച UDF. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടുകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അത് സ്വാഭാവികമായും അദ്ദേഹം ഇപ്പോൾ ഭരണത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സർക്കാരാണോ അപ്പോൾ തുടക്കത്തിലെ ലോക്ഭവനുമായുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ അത് ഊഷ്മളമായി മുന്നോട്ട് പോകും. സർക്കാരും ലോക്ഭവനും തമ്മിലുള്ള ഊഷ്മളമായുള്ള ഒരു മുന്നോട്ട് പോക്കിന് ഇത് തടസ്സമാകും, വിഘാതമാകുമെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. എന്നാൽ ആ നിർദ്ദേശം അതേപടി ഉൾക്കൊള്ളാനും കഴിയാത്തൊരു അവസ്ഥയിലാണ് ഭാഗികമായി മാത്രം വന്ദേ മാതരം ആലപിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും എന്നാൽ അത് ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ലോക് ഭവന്റെ ഒരു പ്രതികരണം ഇത് എങ്ങനെയായിരിക്കുമെന്നാണ് അറിയേണ്ടത്. ഉറപ്പായും ലോക് ഭവൻ ഇതിൽ കടുത്ത വിമർശനമോ അല്ലെങ്കിൽ വിയോജിപ്പോ അറിയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഗവർണറുടെ ആ നിർദ്ദേശമാണ് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സർക്കാരിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത് പൂർണ്ണമായി അംഗീകരിച്ചില്ല. ഉറപ്പായും വിയോജിപ്പും അസംതൃപ്തിയും ഗവർണർ അറിയിക്കും. ഈ വിയോജിപ്പും അസംതൃപ്തി രേഖപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് ഗവർണറുടെ നിലപാടും ഈ ഒരു വേളയിൽ നമ്മൾ ആകാംക്ഷയോടെ നിരീക്ഷിക്കുകയാണ്. കാരണം സൂചിപ്പിച്ചതുപോലെ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഇനി എത്തരത്തിലുള്ള ഒരു മറുപടിയാകും ഉണ്ടാവുക എന്നുള്ളതാണ് കേരളം ഇനി ഉറ്റുനോക്കുന്നത്. കാരണം UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ്. അതിൽ സൂചിപ്പിച്ചതുപോലെ അതിന് തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു. കാരണം VD സതീശൻ സർക്കാർ ആദ്യം അധികാരമേറ്റപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ വന്ദേ മാതരം മുഴുവനായി ആലപിച്ചിരുന്നു. അതേസമയം നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്ന ആ ഒരു വേദിയിൽ തുടക്കത്തിലും ഒടുക്കത്തിലും ഈ വന്ദേ മാതരം ആലപിക്കുകയല്ല, അവതരിപ്പിക്കുകയാണ് ചെയ്തതും. അതും ഈ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തുടക്കം മാത്രം പോലീസ് ബാൻഡ് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു വിവാദം ഒരു വിവാദത്തിന് തുടക്കമിടുകയാണ് എന്നുള്ളൊരു സംശയമില്ല. പക്ഷേ അൻഫിൽഡ് ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെ തലോടിക്കൊണ്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഈ ഒരു പദ്ധതികളിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം കേന്ദ്രത്തിനെതിരായ ഒരു വിമർശനമോ ഒന്നും തന്നെ ഒരു ഭാഗത്ത് പോലും ഉണ്ടായിരുന്നില്ല. അതിനൊരു സൂചന പോലും നൽകിയിരുന്നില്ല. കാരണം തുടക്കത്തിൽ നമുക്കറിയാം സംസ്ഥാന സർക്കാർ തുടക്കത്തിലെ കേന്ദ്രത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ കേന്ദ്രത്തെ വിമർശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഈ സാമ്പത്തികമായി വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വേളയിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തികമായ സഹായം അല്ലെങ്കിൽ കേന്ദ്രം നൽകേണ്ട വിഹിതത്തിൽ പോലും ഏതെങ്കിലും നിയമപരമായോ അല്ലെങ്കിൽ സാങ്കേതികപരമായുള്ള തടസ്സങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ കടക്കണിയിലേക്കും പ്രതിസന്ധിയിലേക്കും സാമ്പത്തിക ഞെരുക്കത്തിലേക്കും ഒക്കെ പോകുമെന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ധനകാര്യ വകുപ്പ് കൂടി ഇരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിൽ ഇടപെടേണ്ടിയുള്ളൂ. ധനമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ധനമന്ത്രിയുമായും ഒക്കെ അടിക്കടി സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യേണ്ടത് കൂടി മുഖ്യമന്ത്രിയായ VD സതീശന്റെ അദ്ദേഹത്തിന്റെ ബാധ്യതയും അദ്ദേഹത്തിന്റെ ചുമതലയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ വിമർശിക്കുകയാണെങ്കിൽ കേന്ദ്രം അത് സാമ്പത്തിക നയങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ അതിൽ ഒരു കേന്ദ്രത്തിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ പ്രതികരണം ഒരുപക്ഷെ ആ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ തീർച്ചയായും അത് വലിയ രീതിയിൽ വെല്ലുവിളി സർക്കാരിനെ ഏറ്റെടുക്കേണ്ടി വരും. അതൊക്കെ തന്നെ മുൻകൂട്ടി കൊണ്ടുകൊണ്ടാണ് തുടക്കത്തിൽ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങളിലേക്ക് ഒന്നും കടക്കാൻ സർക്കാർ തയ്യാറാകാതിരുന്നത്. ഈ ബജറ്റിലുടനീളം തന്നെ അത്തരത്തിലുള്ള യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ അത് മുഴുവനായി വായിക്കുകയും ചെയ്തു. അപ്പൊ ആ ഭാഗത്തൊക്കെ ഗവർണർ ഓക്കെയാണ്. ലോക്ഭവനും ഗവർണറും ഒക്കെ അതിൽ തൃപ്തരാണ്. എന്നാൽ ഈ ഗാനം ആലപിക്കുക, ദേശീയ ഗീതം വന്ദേ മാതരം ആലപിക്കണം എന്ന നിർദ്ദേശത്തെ പൂർണ്ണമായും നിരാകരിച്ചിട്ടില്ല. എന്നാൽ അത് ഭാഗികമായി മാത്രം ആലപിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായും ലോക് ഭവൻ ഇതിലൊരു പ്രതികരണം ഉണ്ടാകും. ലോക് ഭവൻ അത് ഏത് രീതിയിലേക്ക് ആ വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്നാണ് കാണേണ്ടത്. മാത്രമല്ല ഈ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് അന്ന് സത്യപ്രതിജ്ഞാ സമയത്ത് തന്നെയും വന്ദേ മാതരം ആലപിച്ചപ്പോൾ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയവരാണ്. അപ്പോൾ ഈ വിമർശനത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്ന രീതിയിൽ അത് ഭാഗികമായി പോലും ആലപിക്കേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ വിമർശനം ഉറപ്പായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഈ നയപ്രഖ്യാപനം വായിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം അല്പസമയത്തിൻ്റെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണും. ഈ നയപ്രഖ്യാപനത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് അവർ അറിയിക്കേണ്ടതുണ്ട് ഔദ്യോഗികമായി തന്നെ. അപ്പോൾ അതിന്റെ ഭാഗമായി ഉറപ്പായി ഈ വന്ദേ മാതരം ആലപിച്ചതിനുള്ള പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും? പൂർണ്ണമായി വന്ദേ മാതരം ആലപിച്ചില്ലെങ്കിൽ കൂടി
ഭാഗികമായി ആലപിക്കുമ്പോൾ അതൊരു കീഴ്വഴക്കമായി മാറുകയാണ്. കാരണം കേരള നിയമസഭയിൽ ആദ്യമായാണ് അങ്ങനെ വന്ദേ മാതരം ആലപിക്കുന്നത്. അപ്പോൾ ഒരു തവണ ആലപിച്ചാൽ അത് കീഴ്വഴക്കമായി മാറും. അപ്പോൾ ഇനി അങ്ങോട്ട് തുടർന്നുള്ള എല്ലാ നടപടികളിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഔദ്യോഗികമായ ചടങ്ങുകളിലൊക്കെ തന്നെയും ഇത് ആലപിക്കേണ്ട വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് വി ഡി സതീശൻ സർക്കാർ തുടക്കമിട്ടു എന്ന രീതിയിലുള്ള ഒരു വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. മാത്രമല്ല ഈ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങളോ കേന്ദ്രത്തിന്റെ ശരിയാണ് ഫിൽഡ്, വ്യക്തമാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ തലോടിക്കൊണ്ടും അതേസമയം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമാണ് നടത്തിയത്. ഈ 75 മിനിറ്റ് നീണ്ടുനിന്ന ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിലുടനീളം നമ്മൾ കണ്ടതുമാണ്. UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പക്ഷേ സർക്കാരും ലോക്ഭവനും തമ്മിൽ ഒരു കല്ലുകടി ഉണ്ടാകുന്ന ഒരു സ്ഥിതിയും നമ്മൾ കണ്ടതാണ്. വന്ദേമാതരം തുടക്കം മാത്രമാണ് അവതരിപ്പിച്ചത്. അതിലിനി ലോക്ഭവന്റെ പ്രതികരണം എപ്രകാരമായിരിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിൽ ഡിസൂസ.